special meeting of the Senate, the Vice Chancellor may, if he thinks fit, that a meeting of the Senate should be convened for transaction of any urgent business, call for an urgent meeting of the Senate at a shorter notice of less than 14 days. അതിൽ തന്നെ സെക്ഷൻ 13 പറയുന്നത് ബിസിനസ് അറ്റ് സ്പെഷ്യൽ മീറ്റിംഗ്. At a special meeting of the Senate convened by the Vice Chancellor at his discretion, no business other than that brought forward by the syndicate or the Vice Chancellor shall be transacted. എന്തിനാണോ വിളിച്ചു ചേർത്തിട്ടുള്ളത് അതല്ലാതെ മറ്റൊരു കാര്യവും അവിടെ അജണ്ടയായി എടുക്കാൻ പാടില്ല. ദൗർഭാഗ്യവശാൽ അധ്യക്ഷത വഹിച്ച മന്ത്രി തന്നെ ഒരു പ്രമേയമുണ്ട് എന്ന് അവിടെ പറയുകയാണ്. ആ പ്രമേയം ഉണ്ട് എന്ന് പറഞ്ഞ് മുരളീധരൻ പിള്ള എന്ന് പറയുന്ന ഇടതുപക്ഷ സെനറ്റ് അംഗം ആ പ്രമേയം അവിടെ വായിക്കുക. ആ പ്രമേയം ഒരിക്കലും ഒരു പ്രമേയം എടുക്കാൻ പാടില്ല, നിയമവിരുദ്ധമായിട്ടാണ്. പിന്നെ അവിടെ ഇപ്പോൾ മന്ത്രിയുടേതായി പുറത്തു വന്നിട്ടുള്ള മിനിറ്റ്സ് യഥാർത്ഥത്തിൽ തയ്യാറാക്കേണ്ടത് വൈസ് ചാൻസലറാണ്. അതിന് വിരുദ്ധമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ മിനിറ്റ്സ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതിന് 2 തർക്കങ്ങളാണ് ഉന്നയിക്കപ്പെട്ടതായി പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് റിഗാർഡിംഗ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് വൈസ് ചാൻസലർ ഓഫ് APJ Abdul Kalam Technology University. The judgment decreed that only the procedures outlined in the UGC regulations 2018 should be used for selecting university vice chancellors. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. APJ Abdul Kalam Technology യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം, അതിന് സെലക്ഷൻ സെർച്ച് കമ്മിറ്റിയിലെ ഒരു അംഗം ചീഫ് സെക്രട്ടറി. അപ്പോൾ ഇതിൽ തന്നെ യൂണിവേഴ്സിറ്റി റെഗുലേഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പേഴ്സൺസ് ഓഫ് എമിനൻസ് ഇൻ ദ സ്ഫിയർ ഓഫ് ഹയർ എഡ്യൂക്കേഷനാണ്. അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അന്ന് കോടതി അദ്ദേഹത്തിന്റെ ആ സെലക്ഷൻ കമ്മിറ്റിയിലെ തീരുമാനത്തെ റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി അവർ പറയുന്നത് തന്നെ ആ വാദം അംഗീകരിച്ചാൽ തന്നെ വൈസ് ചാൻസലർ തെരഞ്ഞെടുക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ച് പറയുന്നത്, the selection of the post of vice chancellor should be through proper identification by a panel of 3 to 5 persons, by a search cum selection committee, through a public notification or nomination, or a talented search process, or a combination thereof. The members of the search cum selection committee shall be persons of eminence in the sphere of higher education and shall not be connected in any manner with the university concerned or its colleges. ഇതിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളിൽ ഒരാൾ യൂണിവേഴ്സിറ്റി ചെയർമാൻ നോമിനേറ്റഡ് ബൈ ദ ചെയർമാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. ചെയർമാൻ നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾ ബാക്കിയുള്ള അംഗങ്ങളെ എങ്ങനെയാണ് എടുക്കേണ്ടത്? അതിന് നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്ട് ഉണ്ട്. ബാക്കിയുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ നിലവിൽ കേരള യൂണിവേഴ്സിറ്റി ആക്ട് വളരെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു അംഗത്തെ എടുക്കുകയും അംഗങ്ങൾക്കുള്ള യോഗ്യതയെ കുറിച്ചുമാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി അത് തെരഞ്ഞെടുക്കപ്പെടേണ്ടുന്ന അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി യൂണിവേഴ്സിറ്റി ആക്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. consisting of 3 members, 1 elected by the Senate, 1 nominated by the chairman of University Grand Commission, and the 3rd nominated by Chancellor. വളരെ ക്ലിയർ ആണ്. അപ്പോ 3 മുതൽ 5 അംഗങ്ങൾ വരെ ആകാം എന്ന് പറയുകയും അതിൽ ഒരു അംഗത്തെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ബാക്കി അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ, ബാക്കി അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ വളരെ വ്യക്തമായി യൂണിവേഴ്സിറ്റിയിൽ നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പോ ഇന്നലത്തെ മീറ്റിംഗിൽ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ നിയമപരമായോ മറ്റ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലോ യാതൊരു തടസ്സവും ഇല്ല എന്നിരിക്കെ ദുർബലമായ വാദമുഖങ്ങളെ ഇടതുപക്ഷം
ഉയർത്തിയിട്ടുള്ള ദുർബലമായിട്ടുള്ള വാദമുഖങ്ങളെ ഉയർത്തിക്കൊണ്ടാണ് ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ സെനറ്റ് യോഗം അലങ്കോലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും.